പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. 1 ദിനവൃത്താന്തം 28-ാം അധ്യായം 10-ാം വാക്യം. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായ ദാവീദിനു ശേഷം ശലോമോനെ ദൈവത്താൽ അഭിഷേകം ചെയ്തു. ശലോമോൻ രാജസ്ഥാനം ഏറ്റെടുത്ത് മുന്നോട്ട് വരുമ്പോഴാണ് വാർദ്ധക്യത്തിലായ ദാവീദ് ശലോമോനോട് പറയുന്ന ഒരു സന്ദേശമാണ് നാം വായിച്ച വാക്യം. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. ശലോമോന്റെ ജീവിതം വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുകയാണ്. യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ അധ്യായത്തിൽ ശലോമോനെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ ശലോമോനെ ഇസ്രായേലിൻ യഹോവ രാജാസനത്തിലിരിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ അവനെ എനിക്ക് പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത കാര്യമാണ് വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിയുവാൻ യഹോവ ശലോമോനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. ജാഗ്രതയോടെ കാര്യം ചെയ്യാനുള്ള 3 കാരണങ്ങൾ. 1, രാജാസനത്തിലിരിപ്പാൻ തിരഞ്ഞെടുത്തു. അതോടൊപ്പം ദൈവത്തിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ മകൻ എന്നുള്ളതിനേക്കാൾ ദൈവത്തിൻ്റെ മകനായി ശലോമോനെ തിരഞ്ഞെടുത്തു. അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ ആലയം പണിയാൻ ദൈവം തിരഞ്ഞെടുത്തു. ആകയാൽ സൂക്ഷിച്ചു കൊള്ളുക. വളരെ ജാഗ്രതയോടെ ശലോമോൻ ഏറ്റെടുക്കേണ്ടത് ഒരു ദൗത്യമാണ് ദേവാലയത്തിൻ്റെ പണി. അനവധി ആളുകൾ ഭൂമിയിലുള്ളപ്പോൾ ശലോമോനെ പ്രത്യേകാൽ തിരഞ്ഞെടുക്കാൻ കാരണമായത് ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ഈ ദൗത്യ നിർവഹണത്തിൽ സൂക്ഷ്മതയും ധൈര്യവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരുവന്റെ മേൽ വീണാൽ അവൻ പിന്നെ സൂക്ഷ്മതയുള്ളവനാകണം. ഒരു വലിയ ദൗത്യത്തിനാണ് ദൈവം തിരഞ്ഞെടുത്തത്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോഴും ധൈര്യപ്പെട്ടത് ചെയ്യുവാൻ തയ്യാറാകണം. കാരണം ഈ ദൗത്യം ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. രാജാസനത്തിലിരിക്കാനും അക്ഷരികമായൊരു ദേവാലയം പണിയാനുമൊന്നും നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ 3 കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഒരു രാജകീയ അനുഭവത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് അവിടുത്തെ മക്കളാകുവാനാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് അവിടുത്തെ സഭയുടെ വിശാലതയ്ക്ക്, അവിടുത്തെ ദൗത്യത്തിൽ പങ്കാളികളാകാനാണ്. ആകയാൽ സൂക്ഷ്മതയോടെ ധൈര്യപ്പെട്ട് അത് നടത്തണം. ജീവിതത്തിൻ്റെ അലസതകളൊക്കെ വെടിഞ്ഞ് ഇതുവരെ ജീവിച്ചതുപോലെ ശലോമോനെ ജീവിക്കാൻ പറ്റില്ല.
ഇതുപോലെ അലസനായതുപോലെ അലസലാകാൻ പറ്റില്ല. ഒരു ദൗത്യം നിന്റെ മേലുണ്ട്. ആ ബോധ്യത്തോടുകൂടെ ജാഗ്രതയുള്ളവരാകാം. പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം. ധൈര്യപ്പെടണം. കാരണം ഈ ദൗത്യം ഏൽപ്പിച്ചത് ദൈവമാണ്. അവിധം അത് ചെയ്യുവാൻ മുന്നോട്ടിറങ്ങിയാൽ അതൊരനുഗ്രഹമായിരിക്കും. ഇന്ന് പ്രഭാതത്തിലെ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമുള്ള ഒരാലോചനയായി ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ പ്രിയരെ? സൂക്ഷിച്ച് ധൈര്യപ്പെട്ട് അത് നടത്താം. സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും അങ്ങയുടെ തിരഞ്ഞെടുപ്പിൻ്റെ ആഴം മനസ്സിലായി സൂക്ഷ്മതയോടും ജാഗ്രതയോടും ധൈര്യത്തോടെ അത് ചെയ്യാൻ കൃപ കൊടുത്താലും അങ്ങയുടെ സഹിത നിരന്തര ശുഭത്വം നിന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് വരേണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.